പരിശുദ്ധമായി ദീന് പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ തൈബ ഉസ്താദ് പഠിപ്പിക്കുകയാണ്, ശനി ദിവസമിൽ നീ പുതിയ മുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദരാ, അത് വാങ്ങലോ. വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ വിശ്വാസികൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ശനി ദിവസങ്ങളിൽ നിങ്ങൾ പുതിയ വസ്ത്രം ധരിക്കരുത് എന്നാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ ശനി ദിവസമിൽ പുതിയ മുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദരാ, അത് വാങ്ങലോ. ശനിയാഴ്ച ദിവസം പുതിയ വസ്ത്രം വാങ്ങാൻ പോകുന്നത് ഗുണമുള്ളതല്ല എന്ന് മഹാനായി തൈബ ഉസ്താദ് പഠിപ്പിക്കുകയാണ്. പിന്നെയോ, അങ്ങനെ നിങ്ങൾ വാങ്ങി ധരിച്ചാൽ ധരിക്കുന്ന സമയത്തൊക്കെയും ജസദിൽ അസുഖം വരും എന്നുള്ളതോ പറയുന്നേ. ചില ആളുകൾ ചോദിക്കൂല, ഉസ്താദേ ശനിയാഴ്ച വസ്ത്രം വാങ്ങിയാൽ എന്താ, ശനിയാഴ്ച പുതിയ വസ്ത്രം വാങ്ങിയാൽ എന്താ ഉസ്താദേ, ശനിയാഴ്ച പുതിയ വസ്ത്രം ധരിച്ചാൽ എന്താണ് ഞങ്ങൾക്ക് വരാനുള്ളതെന്ന് ചോദിക്കുന്നവരോട് തൈബ ഉസ്താദ് പറയട്ടെ, ധരിക്കുന്ന സമയത്തൊക്കെയോ ജസദിൽ അസുഖം വരും എന്നുള്ളതോ പറയുന്നേ. മഹാന്മാരായ മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്, ശനിയാഴ്ച ദിവസം പുതിയ വസ്ത്രം ധരിച്ചവരാരാണ്, പുതിയ വസ്ത്രം വാങ്ങിയവരാരാണ്, അവരുടെ ജസദിന് അവരുടെ ശരീരത്തിന് എപ്പോഴും രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുമെന്നാണ്. അവരുടെ ശരീരത്തിന് എപ്പോഴും രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുമെന്ന മഹാനായ ബഹുമാനപ്പെട്ട തൈബ ഉസ്താദ് നമ്മെ പഠിപ്പിക്കുകയാണ്. തീർന്നിട്ടില്ല, ഞായറാഴ്ചയും ഗുണമില്ലതോ വാങ്ങുന്നത് ഒഴിക്കേണ്ടതാണ് പുതിയതെന്നൊടുക്കുന്നത്. ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട്, പല നാശവും അതിനാൽ വരാനിടയുണ്ട്. തീ വീണതായി നശിക്കേണ്ടതാണാമുണ്ട്, മോഷ്ടിച്ച് കൊണ്ടോ പോകുവാനിടവുണ്ട്. അത് മാത്രമല്ലതോ നീ ധരിച്ചാൽ പിന്നെ അമ്മപ്പഴം നൊഴി യാതിരിക്കോ പുല്ലേ. പ്രധാനപ്പെട്ട കാര്യമാണ് തൈബ ഉസ്താദ് നമ്മെ പഠിപ്പിക്കുകയാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ, ഞായറാഴ്ച ദിവസങ്ങളിൽ, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ വസ്ത്രം എടുക്കാൻ പോകുന്നത് നല്ലതല്ല, പുതിയ വസ്ത്രം ധരിക്കുന്നതും നല്ലതല്ല. കാരണം എന്താണെന്നറിയോ, അങ്ങനെ നിങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലതെന്നുണ്ട്, പല നാശവും അതിനാൽ വരാനിടയുണ്ട്. ആ ഒരു കാരണം കൊണ്ട് പല നാശങ്ങളും നിങ്ങളെ തേടി വരുമെന്നാണ്. ഇനിയിപ്പോ ഏത് ദിവസം എടുക്കാം? ഞായറാഴ്ചയും പറ്റൂല, ശനിയാഴ്ചയും പറ്റൂല, ചൊവ്വാഴ്ചയും പറ്റൂല, ആകെ ഒഴിവില്ല ദിവസം പതാ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കാം. മറ്റുള്ള ദിവസങ്ങളിൽ സൗകര്യപ്പെടുമെങ്കിൽ അങ്ങനെ. ഏതായാലും പുതിയ വസ്ത്രം വാങ്ങല്ലേ, നമ്മൾ ധരിക്കാനുള്ളതല്ലേ, അതൊക്കെ നോക്കണം നമ്മളെ. മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ്. തൈബ ഉസ്താദ് വീണ്ടും പറയട്ടെ, അങ്ങനെ നമ്മൾ ചൊവ്വാഴ്ച വസ്ത്രം എടുക്കുന്നവരെ, ചൊവ്വാഴ്ച വസ്ത്രം പുതിയ വസ്ത്രം എടുത്ത് ധരിക്കുന്നവരെ, അത് മാത്രമല്ലതു നീ ധരിച്ചാൽ പിന്നെ നമ്മൾ പറയും, ഉസ്താദേ അങ്ങനെ ധരിച്ചാൽ എന്ത് വരാനാ, അങ്ങനെ ധരിച്ചാൽ എന്ത് വരാനാ എന്ന് പറയുന്നവരില്ലേ, അമ്മപ്പഴും മൊഴിയാതിരിക്കോ പൊന്നേ. നിങ്ങളെ ജീവിതത്തിൽ നിന്ന് ദുഃഖങ്ങൾ മാറൂല, നിങ്ങളെ ജീവിതത്തിൽ നിന്ന് സങ്കടങ്ങൾ മാറൂല, നിങ്ങളെ ജീവിതത്തിൽ നിന്ന് പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരൂല. വസ്ത്രം ധരിക്കുമ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ വരാ, ഒരു സന്തോഷം വരും അല്ലേ. അതിപ്പോ വെള്ളയാണെങ്കിലും ഏത് നിറാണെങ്കിലും മാഷാ അല്ലാഹ്, പുതിയ വസ്ത്രം ധരിക്കുമ്പോ ഒരു സന്തോഷാണ്. പക്ഷേ ഈ ദിവസങ്ങളാണോ നിങ്ങൾ വസ്ത്രം എടുക്കാൻ തിരഞ്ഞെടുത്തത്? തുണി ഷോപ്പിൽ പോയിട്ടിട്ട് ഈ ദിവസമാണോ നിങ്ങൾ വസ്ത്രം എടുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത്? ഇനിയിപ്പോ തുണി ഷോപ്പുകാരെ എന്നോട് ദേഷ്യം പഠിക്കുമ്പോൾ വേണ്ട, ഞാൻ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് തൈബ ഉസ്താദ് പറഞ്ഞത് ഇൻഷാ അല്ലാഹ് ഇവിടെ പറഞ്ഞു തരാമെന്ന് മാത്രം. അപ്പൊ ഈ ദിവസങ്ങളിലാണോ നിങ്ങൾ വസ്ത്രം എടുത്തത്? നിങ്ങളുടെ പിറകെ എപ്പോഴും
ദുഃഖം പിടികൂടുമെന്നാണ്. വസ്ത്രം ധരിക്കുമ്പോ സന്തോഷമല്ലേ ഉണ്ടാവേണ്ടത് അല്ലേ? വസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷമാണല്ലോ അവിടെ. വിശ്വാസിയുടെ വസ്ത്രം എങ്ങനെയാണ് അതാണ് നമ്മൾ പറയുന്നത്. വസ്ത്രം ഇപ്പൊ ഏത് ദിവസം എടുക്കുക, ഏത് ധരിക്കുക, അതൊക്കെ ചെയ്യുക. അതൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നിട്ട് വേണോ? പല ആളുകൾ അങ്ങനെ ചോദിക്കും. പക്ഷെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് വിശ്വാസിയുടെ വസ്ത്രമാണ്. അപ്പൊ വിശ്വാസിയുടെ വസ്ത്രമാകുമ്പോൾ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട പല കാരണങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്.